സിനിമയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തു വന്ന പ്രധാന വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മോളിവുഡിലെ ഏറ്റവും വലിയ സിനിമയായി മാർച്ച് 27 റിലീസിനൊരുങ്ങുന്ന സിനിമയാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാൻ. ലാലേട്ടൻ നായകനായി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ റെക്കോർഡ് അപ്ഡേറ്റ് എല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ സാറ്റലൈറ്റ്, OTT, ഓവർസീസ് അവകാശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വമ്പൻ തുകയ്ക്ക് വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. റെക്കോർഡ് തുകയ്ക്കാണ് എമ്പുരാന്റെ ബിസിനസ് നടന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ റൈറ്റ്സ് ആരൊക്കെയാണ് ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ള അപ്ഡേറ്റ് വരും ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും എമ്പുരാൻ മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റിക്കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാത്തിരിക്കാം സിനിമയുടെ ഞെട്ടിക്കുന്ന കൂടുതൽ അപ്ഡേറ്റുകൾക്കായി. സച്ചി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന മാസ് ആക്ഷൻ ത്രില്ലർ മലയാളം സിനിമയാണല്ലോ വിലായത്ത് ബുദ്ധ. ഇപ്പോഴത്തെ സിനിമയുടെ മുഴുവൻ ഷൂട്ടിംഗ് പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ആടുജീവിതത്തിന് ശേഷം പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിച്ച സിനിമകളിൽ വർഷങ്ങളെടുത്ത് ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമ കൂടിയാണ് വിലായത്ത് ബുദ്ധ. ചിത്രം ഈ വരുന്ന ഓണക്കാലത്തായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. വിഷു സ്പെഷ്യലായി സിനിമയുടെ ആദ്യ ടീസർ പ്രതീക്ഷിക്കുന്നു. മോളിവുഡിലെ അടുത്ത വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായി വരാനിരിക്കുന്ന 2 ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന സിനിമയാണ് കത്തനാർ. റോയ്ചൻ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനായെത്തുന്ന ഫാന്റസി സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ഈ ബിഗ് ബഡ്ജറ്റ് സിനിമ കഴിഞ്ഞ വർഷം പാക്കപ്പ് ആയിരുന്നു. എന്നാൽ സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ കത്തനാറിലെ നായകൻ ജയസൂര്യയുടെ സിനിമയിലെ ഡബ്ബിംഗ് വർക്കുകൾ ആരംഭിക്കപ്പെട്ടിരിക്കുന്നു എന്നൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ജയസൂര്യ ഇക്കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കൺഫേം ചെയ്തിട്ടുമുണ്ട്. കത്തനാർ എന്ന സിനിമയുടെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കുന്നു. സിനിമയുടെ ഒരു ഭാഗം നേരത്തെ തന്നെ ഈ വർഷം അവധിക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ അതിനുള്ള സാധ്യതകൾ കുറവാണ്. മറിച്ച് ചിത്രം ഇപ്പോൾ ഓണം റിലീസ് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. രണ്ടാം ഭാഗം അടുത്ത വർഷത്തോടെയും റിലീസ് ഉണ്ടാവും. എമ്പുരാന് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത ലാലേട്ടൻ ചിത്രം അത് തുടരുമെന്ന സിനിമയാണ്. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ മെയ് മാസം തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. എന്നാൽ മെയ് 15 പകരം മെയ് ആദ്യ ആഴ്ച സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പ്ലാൻ ചെയ്യുന്നു എന്നൊരു അപ്ഡേറ്റ് ആണ് ഏറ്റവും അവസാനമായി ഇന്ന് വന്നിരിക്കുന്നത്. അതായത് മെയ് 2 നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സിനിമയുടെ അൺഒഫീഷ്യൽ റിലീസ് തീയതി. അപ്പോൾ എമ്പുരാൻ തിയേറ്ററുകളിലെത്തി കൃത്യം 35-ാം ദിവസം തുടരും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അർത്ഥം. ദിലീപ് നായകനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ബബ്ബ എന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു വമ്പൻ ക്യാമിയോ റോൾ എത്തുന്നു എന്നൊരു റിപ്പോർട്ട് നേരത്തെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നതാണല്ലോ. ഇപ്പോഴത്തെ ബബ്ബ എന്ന സിനിമയുടെ കഥാകൃത്ത് ലാലേട്ടന്റെ ക്യാമിയോ റോളിനെ കുറിച്ചുള്ള ഒരു സൂചന നൽകിയിരിക്കുകയാണ്. ലാലേട്ടൻ സിനിമയിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയിരിക്കുന്ന ഉത്തരം ലാലേട്ടൻ സിനിമയിൽ ഉണ്ടെങ്കിൽ ഒരു അടിപൊളി ഒഫീഷ്യൽ അപ്ഡേറ്റ് തരുമെന്നതാണ്. അപ്പോൾ ലാലേട്ടൻ ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെ വേണ്ട. എന്തായാലും ലാലേട്ടന്റെ ഒരു പ്രൊമോ വീഡിയോ അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ഏജന്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. അഖിൽ അക്കിനേനി നായകനായി മമ്മൂക്ക വില്ലൻ വേഷത്തിലെത്തി 2023 ഏപ്രിൽ മാസം പുറത്തിറങ്ങിയ തെലുഗു സിനിമയാണ് ഏജന്റ്. അങ്ങനെ 2 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഏജന്റ് എന്ന സിനിമ OTT റിലീസ് ചെയ്യാനായി ഒരുങ്ങുകയാണ്. സുരേന്ദർ റെഡ്ഡി സംവിധാനം ചെയ്ത് ആക്ഷൻ ത്രില്ലർ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി മാറിയ സിനിമയുടെ OTT അവകാശങ്ങൾ സോണി ലിവ് തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിത്രം അടുത്ത ആഴ്ച മാർച്ച് 14 സോണി ലിവ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്.